കോട്ടയത്തെ ആകാശപാത അത് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. കേരള യൂത്ത് ഫ്രണ്ട് എം പ്രവർത്തകരാണ് ആകാശപാതയ്ക്ക് ചുവട്ടിൽ പടവലം നട്ട് പ്രതിഷേധിക്കുന്നത്. ടോബി ജോൺസൺ, ടോബി, എന്തുകൊണ്ടാണ് പടവലം നട്ടുള്ള പ്രതിഷേധം? ഹാഷ്മി, പടവലം നടാനുള്ള ഒരു കാരണം കോട്ടയത്തിന്റെ വികസനം പടവലം പോലെ താഴോട്ടാണെന്നാണ് ഈ പോസ്റ്ററുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, നിയമസഭയിൽ സജീവ ചർച്ചയായതിനു ശേഷം പലരും പ്രതിഷേധ പരിപാടികളും അതുപോലെ തന്നെ ഇതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള സമരപരിപാടികളും ഒക്കെ നടത്താൻ പ്രഖ്യാപനമിട്ടിരുന്നു. എന്തായാലും കേരള കോൺഗ്രസ് എം തന്നെയാണ് ആദ്യമേ സമരരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. നാളെ UDF ഒരു വലിയ പ്രതിഷേധ സമരം നടത്തുന്നുണ്ട്. അത് സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെയാണ്. ഈ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് UDF MLA-മാരെയും MP-മാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ പരിപാടി നടത്തുന്നത്. അതോടൊപ്പം തന്നെ നാളെ തന്നെ CPM ഒരു മാർച്ച്, ഒരു പ്രതിഷേധ മാർച്ച് ഈ പന്തലിന്റെ ചുവട്ടിലേക്ക് നടത്തുന്നുണ്ട്. അങ്ങനെ ഈ ആകാശപാത വീണ്ടും സജീവ ചർച്ചയായിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം, പടവലം നട്ടുകൊണ്ടാണ് കേരള യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നത്. ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു ആണ് ഉദ്ഘാടനം നടത്തുന്നത്. അതുപോലെ തന്നെ യൂത്ത് ഫ്രണ്ടിന്റെ ജില്ലാ പ്രസിഡന്റ് ഡിനോ ചാക്കോ ഉണ്ട് ഉദ്ഘാടനം ചെയ്ത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ 2016 ഈ പദ്ധതി വിഭാവനം ചെയ്ത് തറക്കല്ലിട്ട് നിർമ്മാണമൊക്കെ ആരംഭിച്ചത്. അന്ന് ഈ കേരള കോൺഗ്രസ് എം UDF-ലായിരുന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. എന്തായാലും പ്രതിഷേധവുമായി അവിടെ പിടിച്ചിരിക്കുന്ന പ്ലക്കാർഡിൽ ആക്രി വഞ്ചനം നാടിനാപത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അസ്ഥിവഞ്ചനം എന്ന വാക്കേ കേട്ടുള്ളൂ. ആക്രി വഞ്ചനം എന്ന പുതിയ വാക്കൊക്കെ സമരത്തിൽ ഉണ്ടാവുകയാണ്. നല്ല കാര്യം.